നമസ്കാരം. അപ്പം നമുക്കറിയാൻ പറ്റും, ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടുമായിട്ട് മീറ്റ് ചെയ്തു. മുമ്പ് ഗൾഫിലും സ്കൂൾ എന്താ ഫ്രണ്ട് പറഞ്ഞു വെച്ചാൽ, ഞാൻ എൻ്റെ വീടൊന്ന് മനോഹരമാക്കാൻ ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ മാത്രം 9 ലക്ഷം രൂപ ചിലവൊന്നും വലിയൊരു വീടല്ല. അപ്പം എന്താ സംഭവിച്ചത് എനിക്ക് വേണം, ഇങ്ങനെ വരാനൊരു വഴിയില്ലല്ലോ. എന്നാലോ അവൾക്ക് വിചാരിച്ച മനോഹരത കിട്ടില്ല. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അവരൊരു ഇന്റീരിയർ ഡിസൈനറിനെ ഏൽപ്പിച്ചു ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ. ആ ഇന്റീരിയർ ഡിസൈൻസിൻ്റെ കൺസെപ്റ്റ് എടുത്തു നോക്കുമ്പോൾ ഹൈലി ബഡ്ജറ്റ്, എന്നാലും അട്രാക്ഷൻ, ചാരുത, ഭംഗി ഒന്നും എക്സ്ട്രാ കിട്ടിയില്ല. അവിടെ കുറച്ച് ലൈറ്റിംഗ് കിട്ടുന്നത് മാത്രമേ. അതാണ് കേരളത്തിലെ 98% ആളുകൾക്കും പറ്റുന്ന അബദ്ധം. ഫർണിച്ചറിൽ ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ് ഇന്റീരിയർ ഡിസൈനർ കിട്ടാൻ കേരളത്തിലില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്റീരിയർ ഡിസൈനർക്ക് ചിലപ്പോൾ അറിവുണ്ടാവും, എക്സ്പീരിയൻസ് കുറേശ്ശൊക്കെ ഉണ്ടാവും, എങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറിയുള്ള ഇന്റീരിയർ ഡിസൈനേഴ്സ് കുറവാണ്. സ്വന്തമായിട്ട് കാർപ്പൻറ്റേഴ്സും മരത്തിൻ്റെ വുഡിൻ്റെ അതുപോലെ തന്നെ മൾട്ടിവുഡും എല്ലാ മെറ്റീരിയൽസും ഒത്തിരിങ്ങിയുള്ള